ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറംലോകമറിഞ്ഞ കൂട്ടബലാത്സംഗ കേസിൽ ഇരയുടെ വെളിപ്പെടുത്തൽ. പീഡിപ്പിച്ചവർ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PN ജയന്തൻ ഉൾപ്പെടെ 4 പേർ. പരാതി നൽകാനെത്തിയ തന്നോട് പോലീസ് വളരെ മോശമായി പെരുമാറി. മൊഴി മാറ്റി പറയാനും പരാതി പിൻവലിക്കാനുമായി തന്നെ ഭീഷണിപ്പെടുത്തി. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും വീട്ടമ്മ. വാർത്താസമ്മേളനത്തിൽ യുവതിയോടൊപ്പം ഭർത്താവും പങ്കെടുത്തു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. തുടർന്ന് ഭാഗ്യലക്ഷ്മിക്കൊപ്പം പീഡനത്തിനിരയായ യുവതി ഭർത്താവിന്റെ കൂടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ എത്തി വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. ഭർത്താവിന്റെ സുഹൃത്തുക്കളായ വടക്കാഞ്ചേരി CPIM കൗൺസിലർ PN ജയന്തൻ, സഹോദരൻ ബിനീഷ്, ജിനേഷ്, ഷിബു എന്നിവരാണ് പീഡിപ്പിച്ചതെന്ന് യുവതി വെളിപ്പെടുത്തി. കൗൺസിലറാണ് വടക്കാഞ്ചേരിയിലെ, പേര് ജയന്തൻ, ബിനീഷ്, ജനീഷ്, ഷിബു. എന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ തകർത്തത് പേരാമംഗലം CIയുടെയും SIയുടെയും ഭാഗത്തു നിന്നുണ്ടായ വേട്ടയാടലായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. ഞാൻ അന്ന് ഇതായതിനെ കാട്ടി മാനസികമായിട്ട് അവരെന്നെ പോണവരൊക്കെ വിലയിരുത്തിയിട്ട് അസഭ്യമായ അതെനിക്ക് 2014 സംഭവമുണ്ടായത്. എന്നാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ ഭർത്താവിനോട് പോലും ഏറെ വൈകിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് യുവതി പറഞ്ഞു. തുടർന്ന് ഭർത്താവ് നിർബന്ധിച്ചതുമൂലവും ജീവിക്കാൻ പോലും അനുവദിക്കാത്തത് കാരണവുമാണ് 2016 ഓഗസ്റ്റ് 14 പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി പറഞ്ഞു. പോലീസിന്റെ മാനസിക പീഡനവും പ്രതികളുടെ ഭീഷണിയെ തുടർന്നുമാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി മാറ്റിയതെന്നും കേസ് പിൻവലിച്ചതെന്നും ഭർത്താവും യുവതിയും കൂട്ടിച്ചേർത്തു. ചോദിക്കണം, ഞങ്ങൾക്ക് ഒരാളത് പറയാൻ പറ്റുന്നൊരവസ്ഥയാണ്. അസഭ്യ വർത്താനം എന്റെ മുമ്പിൽ വെച്ച് വർത്താനം എനിക്ക് മാനസികമായി തന്നെ ഞാൻ തകർന്നു പോയത്. പിന്നെ കേസിൽ നിന്ന് പിന്മാറണോന്നുള്ള ഇത് തന്നെയായിരുന്നു അവർക്ക്. പിന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി മാറാൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചു വന്നു. മൊഴി മാറണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഒന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് വിട്ടത്. മാധ്യമങ്ങളെ കാണുമെന്നറിഞ്ഞപ്പോഴും പ്രതികൾ ഭീഷണിപ്പെടുത്തി. 3 മാസമായി തൃശൂരിൽ പോയിട്ട്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവരുമായി ജീവിക്കണമെന്നുള്ളതുകൊണ്ടാണ് മുഖം മറച്ച് വാർത്താസമ്മേളനത്തിനെത്തിയതെന്നും യുവതിയും ഭർത്താവും പറഞ്ഞു. DGPക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും നീതി ലഭിക്കുമെന്നാണ് വിശ്വാസമെന്നും യുവതി കൂട്ടിച്ചേർത്തു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ മൃതദേഹം ഹരിയാനയിലെ ഭിവാനിയിൽ സംസ്കരിച്ചു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ആത്മഹത്യ ചെയ്തയാൾ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന വിദേശകാര്യ സഹമന്ത്രി VK സിംഗിന്റെ പ്രസ്താവന വിവാദമായി. അതേസമയം ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ ഇന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടൻ ഹരിയാന സ്വദേശി രാംകിഷൻ ഗ്രോവാളിന്റെ മൃതദേഹം വൻ ജനാവലിയുടെയും പ്രമുഖ നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ നേതാക്കൾ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും ദില്ലി സർക്കാർ വാഗ്ദാനം ചെയ്തു. അതിനിടെ ബാങ്കിന്റെ പിഴവ് കൊണ്ടാണ് വിമുക്ത ഭടന് അർഹമായ പെൻഷൻ കിട്ടാതെ പോയതെന്ന വിശദീകരണവുമായി പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തി. പെൻഷൻ കണക്കാക്കുന്നതിൽ ബാങ്കിന് പറ്റിയ പിഴവാണ് തുക ലഭിക്കാത്തതിന് കാരണമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടൻ മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണോ എന്ന് പരിശോധിക്കണമെന്ന് ഇന്നലെ വിവാദ പ്രസ്താവന നടത്തിയ വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഇന്നും വിവാദ പ്രസ്താവനയുമായി എത്തി. ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസുകാരനാണെന്നായിരുന്നു VK സിംഗിന്റെ പുതിയ പ്രസ്താവന. വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലുകളിലെ ദുരൂഹത ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ദില്ലിയിൽ പ്രതിഷേധിച്ചു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പ്രചാരണ രംഗം കൊഴുക്കുകയാണ്. ഇമെയിൽ വിവാദത്തിൽ ഹിലരിക്കെതിരെ FBI പുനരന്വേഷണം പ്രഖ്യാപിച്ചത് പിടിവള്ളിയാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. 6 മാസത്തിനിടെ ആദ്യമായി സർവേ ഫലങ്ങളിൽ ട്രംപ് മുന്നിലെത്തുകയും ചെയ്തു. അമേരിക്ക വിധിയെഴുതാൻ ഇനി 5 നാൾ.
ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ആ ചരിത്രവിധിക്കായി. 6 ജയിച്ചാലും അത് ചരിത്രമാണ്. ഹിലരിയാണെങ്കിൽ ആദ്യമായ ഒരു പെൺകരുത്ത് അമേരിക്കയെ നയിക്കും. ട്രംപാണെങ്കിൽ വർണ്ണവെറിയുടെയും മുസ്ലിം വിരുദ്ധതയുടെയും കുടിയേറ്റ വിരുദ്ധതയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും പ്രതീകമായൊരാൾ വൈറ്റ് ഹൌസിന്റെ അധിപനാകും. പ്രചാരണം വാശിയേറിയ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും സർവേ ഫലങ്ങൾ മാറിമറിയുകയാണ്. 6 മാസത്തിനിടെ ആദ്യമായ ഒരു സർവേയിൽ ട്രംപ് ഹിലരിയെ മറികടന്നു. ഇതിനിടെ മുൻകൂർ വോട്ട് ചെയ്യാനുള്ള അവസരം കൂടുതൽ അമേരിക്കക്കാർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 2.8 കോടി വോട്ടർമാർ ഇതിനകം വോട്ട് ചെയ്തു കഴിഞ്ഞുവെന്നാണ് കണക്ക്. ചില പ്രധാന സംസ്ഥാനങ്ങളിൽ പകുതിയോളം പേർ വോട്ടെടുപ്പ് തീയതിയായ 8-ാം തീയതിക്ക് മുൻപ് തന്നെ വോട്ട് ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2008-ലും 2012-ലും 30% വോട്ടർമാർ മുൻകൂർ വോട്ട് ചെയ്തിരുന്നു. US തെരഞ്ഞെടുപ്പിലെ പ്രത്യേകതയാണ് മുൻകൂർ വോട്ടവകാശം വിനിയോഗിക്കൽ. പോളിംഗ് തീയതിക്ക് 1 മാസം മുൻപേ താൽപര്യമുള്ളവർക്ക് വോട്ട് ചെയ്തു തുടങ്ങാം. മുൻകൂർ വോട്ട് ചെയ്തവരിൽ കൂടുതൽ പേരും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പിന്തുണയ്ക്കുന്നതായാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ ചിലവ് വരുന്ന TV, പത്രപരസ്യങ്ങളാണ് ഇരുകൂട്ടരും ചെയ്യുന്നത്. പ്രധാന സംസ്ഥാനങ്ങളിൽ വൻ റാലികളും നടക്കാനിരിക്കുന്നു. പ്രസിഡന്റ് ബറാക് ഒബാമ ഹിലരിക്ക് വേണ്ടി ശക്തമായി രംഗത്തുണ്ട്. ട്രംപിന് അധികാരം ലഭിച്ചാൽ അമേരിക്കൻ ജനതയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് നോർത്ത് കരോലിനയിലെ പ്രചാരണ റാലിയിൽ ഒബാമ ഓർമ്മിപ്പിച്ചു. ഹിലരിക്ക് വേണ്ടി പ്രചാരണം നടത്താതെ ഒബാമ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ട്രംപ് തിരിച്ചടിച്ചു. പരാജയഭീതി ഹിലരിയെ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളാക്കി മാറ്റിയിരിക്കുകയാണെന്നും ട്രംപ് പരിഹസിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്. പെരിയാർ കടുവാ സങ്കേതത്തിൽ കടുവകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. 925 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 504 ക്യാമറകൾ സ്ഥാപിച്ചാണ് കണക്കെടുപ്പ് നടക്കുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിലെ കടുവകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് വനം വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. 925 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ 504 ക്യാമറകൾ സ്ഥാപിച്ചാണ് ശ്രമകരമായ കണക്കെടുപ്പ് നടക്കുന്നത്. പെരിയാർ, വള്ളക്കടവ്, തേക്കടി ഉൾപ്പെടെയുള്ള 5 റേഞ്ചുകളെ 252 ബ്ലോക്കുകളായി തിരിച്ചാണ് കടുവകളുടെ സെൻസസ് നടത്തുന്നത്. കടുവാ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ 2 അടി ഉയരത്തിൽ 180 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറകൾ സ്ഥാപിച്ചാണ് കണക്കെടുപ്പ്. നിശ്ചിത സമയം ക്യാമറയ്ക്ക് മുന്നിൽപ്പെടുന്ന മൃഗങ്ങളുടെ ചിത്രങ്ങൾക്ക് പുറമെ ദൃശ്യങ്ങളും ക്യാമറയിൽ പതിയും. ക്യാമറ മെമ്മറി കാർഡിൽ ലഭിക്കുന്ന വിവരങ്ങൾ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിക്ക് കൈമാറും. സെൻസസ് നടപടികൾ ഈ മാസം 17-ന് സമാപിക്കും. പ്രത്യേക പരിശീലനം ലഭിച്ച ജീവനക്കാരാണ് കണക്കെടുപ്പ് നടത്തുന്നത്. കടുവകളുടെ എണ്ണത്തിനൊപ്പം മറ്റു മൃഗങ്ങളുടെ എണ്ണം സംബന്ധിച്ച ഡേറ്റാ ബാങ്കും തയ്യാറാക്കുന്നുണ്ട്. ഇതിനിടെ വനത്തിനുള്ളിലെ സ്വകാര്യ തോട്ടത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന കമ്പിയിൽ കുടുങ്ങി പുള്ളിപ്പുലി ചത്തു. 10 വയസ്സ് പ്രായമുള്ള ആൺപുലിയാണ് ചത്തത്. ഒപ്പം വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് കരിങ്കുരങ്ങും ചത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.